കഥയും പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അമ്മയും മക്കളും കൂടെ ഇപ്പം ഇങ്ങോട്ട് വരും. ആ ഇതാ പറഞ്ഞു ഇനി വിചാരണം. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ മെക്കിട്ട് കയറാനാണ് ഭാവമെങ്കിൽ പൊയ്ക്കോളല്ല അവിടെ ഇവിടുന്ന്. പ്ലാൻ ചെയ്തിരിക്കുകയാണ്, നമ്മളൊരു വരവ് കണ്ട് വരുമെന്ന് അറിയാം. ഓ പളവലങ്കാരി, നീ വരുവാടി, എനിക്കറിയാം. നീ ഒരു വരവ് വരും, എനിക്ക് നന്നായിട്ട് അറിയാം. ലച്ചു, ഇതെന്താണെന്നറിയാമോ? കുഴിപ്പള്ളത്ത് പോയപ്പോൾ നീ അച്ഛനെ കൊണ്ട് പോയില്ല, അതാണ് എല്ലാ വിഷയത്തിനും കാരണം. ആക്ക് വേണം കുഴിപ്പള്ളത്ത്. പിന്നെ മോള് വിളിക്കാതെ പോയതിന് കട്ട കോംപ്ലക്സ് അടിച്ച് നിൽക്കുകയാണ്. അതെന്തിനാ എൻ്റെ തലയെ കൊണ്ട് വെക്കണത്? പിന്നെ മോളിവിടെ പോവാൻ വലിയ കൊതി പാടിയോടുന്നു. അച്ഛാ അവിടെ ഇരുന്ന് നമ്മൾ കപ്പ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കാര്യമാണ് ചോദിച്ചത്. നമുക്ക് അങ്ങോട്ട് പോവാച്ചാ. കപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കപ്പ മാത്രമേ ഉണ്ടായിരുന്നു? അല്ലല്ല, മീൻകറി ഉണ്ടായിരുന്നു. എന്ത് മീന്? നെയ്മീൻ. മീനൊന്നും ആയിരിക്കും. എനിക്ക് ഇതിന്റെ വിശേഷത്തിൽ കേൾക്കണ്ട. വളർന്നു ലച്ചു, നിനക്ക് വന്നപ്പോൾ കുറച്ച് മീൻകറിയും കപ്പ എടുത്തിരുന്ന അച്ഛന് കൊടുത്തുകൂടായിരുന്നോ? അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്നും മിണ്ടില്ലായിരുന്നല്ലോ. അവര് പറഞ്ഞതാ പാക്ക് ചെയ്ത് തരാന്ന്, ഈ ചേട്ടനെ സമ്മതിക്കാന്. അവന്റെ ആവശ്യമുള്ള മൊത്തം അടിച്ച് കാറ്റില്ല. പിന്നെ എന്താന്ന് അഥവാ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ തോട്ടിയെറിഞ്ഞേനെ. അച്ഛാ സോറി അച്ഛാ. ലച്ചു, എനിക്ക് നിങ്ങളെല്ലാവരും അറിയാം, നന്നായിട്ട് അറിയാം. നിങ്ങളുടെ സ്റ്റാറ്റസ് മാറി വരും തോറും നിങ്ങളുടെ സ്വഭാവം മാറി വരെയാണ്. ആ അമ്മച്ചിയുടെ കടയിൽ ഫ്രീ ആയിട്ട് ഇടാൻ വടയും വഴക്കാപ്പൊക്കെ ഞാൻ കെട്ടിപ്പോയി ഇവിടെ കൊണ്ടുവരും. നമുക്ക് പൈസ ഇല്ല. ആ നിങ്ങളെ വഴി നിങ്ങളെ പാടെന്തോ എനിക്കറിയേണ്ട കാര്യമില്ല. പോ പോ പോ, ഞാൻ പോണം. പിടങ്ങി പോകാൻ കണ്ട പ്രായം അതന്നെ കൊച്ചുകുട്ടികളെ പോലെ. അതെ, ഞാൻ പച്ചായ മനുഷ്യരാണ്. എനിക്ക് ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ട്. അല്ല നിങ്ങളെ അമ്മയെ പോലെ ഒന്ന് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ പെരുമാറൂല. ഞാൻ എന്ത് മനസ്സിൽ വെച്ച് പെരുമാറി? നിങ്ങൾ എല്ലാം എന്റെ തലയെ കൊണ്ട് വെക്കണം എന്തിനാന്നേ? നീ ചുമ്മാ നീ അവിടെ നിൽക്കി ഇവിടെ നിൽക്കി നടു കുറച്ച് തീയും കൊളുത്തു. ആ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ തീ കൊളുത്തും. അതെ 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 അച്ഛാ, ഞങ്ങൾ ധൃതിയിൽ ഇറങ്ങിയതുകൊണ്ട് വിളിക്കാൻ വിട്ടുപോയി. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. ഇതിപ്പോ ഞാൻ ലച്ചുവിനെ പോയാലും അച്ഛൻ ലച്ചുവിനെ പോയാലും എല്ലാം ഒന്നല്ല അച്ഛാ. അതേടാ എനിക്കൊരു നീ ആവണത് പടർന്ന്. ഞാൻ ഒന്നും പറയണില്ല. നീ കൂടുതൽ പറയണ്ടടാ. എടാ എനിക്ക് എൻ്റെ മോള് ഓരോന്ന് ചെയ്തറിനെ കണ്ട് അസൂയപ്പെട്ട് ഇടയിൽ കയറിയിട്ട് നീ എന്നെ ലച്ചു തമ്മിൽ അകറ്റാനാണോ നോക്കിയത്? അയ്യ അമ്മ, ഈ അച്ഛൻ പറയണ എന്തോന്ന്? അച്ഛൻ എൻ്റെ ആര്, ലച്ചു എൻ്റെ ആര്? ഞാൻ ഇടയിൽ കയറി നിങ്ങൾ ഇതാക്കിയിട്ട് എനിക്ക് എന്തോന്നും കിട്ടും? എന്തോന്നും ഇവിടെ കട്ട പിണക്കൊടിച്ചാൽ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാ. നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ വിളിച്ചു പറഞ്ഞോളെ. ഇടീ ബാലി ബന്ധങ്ങൾ ഇടയ്ക്കിടത്താണ് വളർന്നത്. ഒരു വിള്ളൽ കണ്ടാൽ മതി ബാലു തിരിച്ചറിയാൻ പറ്റും. ഇടി നെല്ലില്ലേ നെല്ല്, അത് കീറി അതിൻ്റെ അകത്തിരുന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ബാലു. അതെ, കയ്യിൽ പൈസ ഇല്ലാതെ പോയി സംസാരിച്ച് തൊണ്ടയും വരണല്ലേ. കുട്ടമ്പള വളർത്തി വെള്ളം എടുത്തിട്ട് പാടി. ഞാനിപ്പോൾ എടുത്ത് കുടിക്ക്. ഞാൻ എടുത്തോണ്ട് വരാ വെള്ളം. ലച്ചുവെ, നിന്റെ കയ്യിൽ നിന്ന് ദോഹിച്ചൊരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല. ഇതെന്താ ഇത്? മുടിയനും ലച്ചുവിനും അവരെ വഴി, എനിക്ക് എൻ്റെ വഴി. മാറേ ഇങ്ങോട്ട് മാറേ. ഇതാണ് കറക്റ്റ് കുളത്തറ ബാലേന്ദ്രൻ തമ്പി.